ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 16ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് മൂന്ന് മൈനർ സ്കെയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ആ മൂന്നാമത്തെ മൈനർ സ്കെയിലാണ്. ആദ്യത്തേത് നാച്ചുറൽ മൈനർ സ്കെയിൽ, രണ്ടാമത്തേത് ഹാർമണിക് മൈനർ സ്കെയിൽ, മൂന്നാമത്തേത് മെലഡിക് മൈനർ സ്കെയിൽ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് മെലഡിക് മൈനർ സ്കെയിൽ, എങ്ങനെയാണ് മെലഡിക് മൈനർ സ്കെയിൽ വായിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്, ധാരാളം കമൻറ്റുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റുകൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാത്തിനും നമുക്ക് ഒറ്റ വാക്കിലൊന്നും റിപ്ലൈ തരാൻ സാധിക്കില്ല. കാരണം പലതും വീഡിയോസ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ വീഡിയോസ് ആയിട്ട് തന്നെ ഇടേണ്ടി വരും. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾക്കെല്ലാം റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് മെലഡിക് മൈനർ സ്കെയിൽ? ആ മൂന്നാമത്തെ മെലഡിക് മൈനർ സ്കെയിലായിട്ടുള്ള ആ മെലഡിക് മൈനർ സ്കെയിൽ എങ്ങനെ വായിക്കാം? അപ്പോൾ അതിൽ വരുന്ന നോട്ടുകൾ എങ്ങനെയാണ്? അപ്പോൾ മെലഡിക് മൈനർ സ്കെയിലിൽ നമ്മൾ ആരോഹണം വായിക്കുമ്പോൾ മെലഡിക് മൈനർ സ്കെയിലും അവരോഹണം വായിക്കുമ്പോൾ അത് നാച്ചുറൽ മൈനർ സ്കെയിലുമായിട്ട് മാറും. അപ്പോൾ രണ്ട് സ്കെയിലുകൾ ഉൾപ്പെട്ട് വരുന്നതാണ് മെലഡിക് മൈനർ സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ആരോഹണം അസെൻഡിങ് ഓർഡർ വായിക്കുമ്പോൾ നമ്മളത് മെലഡിക് മൈനർ സ്കെയിലായിട്ട് വായിക്കുമ്പോൾ, അത് ഡിസെൻഡിങ് ഓർഡർ അവരോഹണ ക്രമത്തിലേക്ക് വരുമ്പോൾ അത് നാച്ചുറൽ മൈനർ സ്കെയിലായിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് ഒരു ഇ മൈനർ എന്ന് പറയുന്ന സ്കെയിൽ എടുത്തുകൊണ്ട് നമുക്കത് മെലഡിക് മൈനർ മൈനറിൻ്റെ മെലഡിക് മൈനർ സ്കെയിൽ എങ്ങനെ വായിക്കാമെന്ന് നോക്കാം. അപ്പം എല്ലാവർക്കും ഇ മൈനർ സ്കെയിൽ അറിയാം. അതിൽ വരുന്ന നോട്ടുകൾ ഇ, എഫ് ഷാർപ്പ്, ജി, എ, ബി, സി, ഡി, ഇ. ഇതാണ് നമ്മുടെ ഇ മൈനർ നാച്ചുറൽ മൈനർ സ്കെയിൽ, ഇയുടെ നാച്ചുറൽ മൈനർ സ്കെയിൽ. അപ്പോൾ ഇപ്പോൾ വായിച്ച ഈ നാച്ചുറൽ മൈനർ സ്കെയിലാണ് നമ്മൾ ഡിസെൻഡിങ് ഓർഡറായിട്ട് വായിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് മെലഡിക് മൈനർ സ്കെയിൽ വായിക്കുന്നത് നമുക്ക് നോക്കാം. മെലഡിക് മൈനർ സ്കെയിൽ വായിക്കാനായിട്ട് നമ്മൾ ഹാർമണിക് മൈനർ സ്കെയിൽ വായിച്ചപ്പോൾ നമ്മൾ 7ാമത്തെ നോട്ട് കളഞ്ഞിട്ട് അതിന് തൊട്ട് മുകളിൽ കിടക്കുന്ന നോട്ടാണ് നമ്മൾ ഹാർമണിക് മൈനർ സ്കെയിൽ വായിച്ചത്. ഇതിൽ നമ്മൾ 6ാമത്തെയും 7ാമത്തെയും നോട്ട് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ അതിന് തൊട്ട് മുകളിൽ കിടക്കുന്ന അല്ലെങ്കിൽ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന നോട്ടുകൾ വായിക്കും. അപ്പോൾ നമുക്കിതിലെ 6ഉം 7ഉം നോട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇ 1, എഫ് ഷാർപ്പ് 2, ജി 3, എ 4, ബി 5, സി ആണ് 6, 7 എന്ന് പറയുമ്പോൾ ഡി. അപ്പം ഈ സിയും ഡിയും നമ്മൾ ഇതിൽ നിന്ന് കളയുകയാണ്. ഈ റൂട്ടിൽ നിന്ന് കളഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അപ്പം സി കളഞ്ഞിട്ട് സി ഷാർപ്പ് വായിക്കും. അടുത്തത് 7ാമത്തെ നോട്ട് ഡി കളഞ്ഞ് അതിന് തൊട്ട് അടുത്ത ഫ്രണ്ടിൽ കിടക്കുന്ന ഡി ഷാർപ്പ് നമ്മൾ വായിച്ച് ആ റൂട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 6ഉം 7ഉം നോട്ടുകൾ കളഞ്ഞ് നമ്മൾ നാച്ചുറൽ മൈനർ സ്കെയിലിലെ 6ഉം 7ഉം നോട്ടുകൾ കളഞ്ഞാൽ അതിന് തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന അടുത്ത നോട്ട് വായിക്കുവാണെങ്കിൽ അത് മെലഡിക് മൈനർ സ്കെയിലായിട്ട് വരും. അപ്പോൾ നമുക്ക് മെലഡിക് മൈനർ സ്കെയിലിൻ്റെ കിട്ടി, ഇ മൈനർ മെലഡിക് മൈനർ സ്കെയിലിലെ നോട്ടുകൾ കിട്ടി. ഒന്നുകൂടെ നോക്കാം. 1ാമത്തെ നോട്ട് ഇ, 2ാമത്തെ നോട്ട് എഫ് ഷാർപ്പ്, 3ാമത്തെ നോട്ട് ജി, 4ാമത്തെ നോട്ട് എ, 5ാമത്തെ നോട്ട് ബി. ഇനി 6ാമത്തെ നോട്ടാണ് നമ്മൾ റേസ് ചെയ്ത് വായിക്കുന്നത്. അപ്പോൾ 6ാമത്തെ നോട്ട് എന്നുള്ളത് സി കളഞ്ഞ് സി ഷാർപ്പ്, അടുത്ത 7ാമത്തെ നോട്ട് ഡി കളഞ്ഞ് ഡി ഷാർപ്പ്, അതിന് തൊട്ട് മുകളിൽ കിടക്കുന്ന നോട്ട്, അടുത്തത് ഇ. ഇതാണ് നമുക്ക് മെലഡിക് മൈനർ സ്കെയിലിൽ വരുന്ന നോട്ട്. അപ്പം അതിൽ നോട്ടുകൾ ഇ, എഫ് ഷാർപ്പ്, ജി, എ, ബി, സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ. ഇനി അതിൻ്റെ ഡിസെൻഡിങ് പുറകോട്ട് നമ്മൾ അവരോഹണം വായിക്കുമ്പോൾ നാച്ചുറൽ മൈനർ സ്കെയിൽ, അതായത് ഇ, ഡി, സി, ബി, എ, ജി, എഫ് ഷാർപ്പ്, ഇ. അപ്പം ആരോഹണം വായിക്കുമ്പോൾ മെലഡിക് മൈനർ സ്കെയിലും അവരോഹണം വായിക്കുമ്പോൾ നാച്ചുറൽ മൈനർ സ്കെയിലും. അപ്പോൾ നാച്ചുറൽ മൈനർ സ്കെയിൽ എല്ലാവർക്കും അറിയാം, അത് നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ വായിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ റൂട്ട് ഒന്ന് വായിച്ച് നോക്കാം.
ഇതാണ് മെലഡിക് മൈനർ സ്കെയിൽ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. അതെല്ലാ റൂട്ടിലും ഇതുപോലെ തന്നെ എല്ലാ മൈനർ സ്കെയിലിലെയും 6ഉം 7ഉം നോട്ട് കളഞ്ഞുകൊണ്ട് തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന നോട്ട് മാറ്റി വായിച്ചാൽ അത് മെലഡിക് മൈനർ സ്കെയിലായിട്ട്, അതിൻ്റെ ഏത് നോട്ടാണോ അതിൻ്റെ മെലഡിക് മൈനർ സ്കെയിലായിട്ട് മാറും. വളരെ എളുപ്പമാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാത്തവർ വീണ്ടും വീഡിയോ കണ്ട് മനസ്സിലാക്കിയെടുക്കുക. വളരെ എളുപ്പത്തിലാണ് നമ്മൾ പഠിപ്പിച്ച് പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ എന്തും ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ചില വൈകുമായിരിക്കും, കാരണം വെച്ചാൽ നമ്മൾ അത് ഓരോന്നിനും അത് മൊത്തം വിശകലനം ചെയ്തായിരിക്കും നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് വീഡിയോസ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും മനസ്സിലാക്കി എടുക്കാനുള്ള രീതിയിലായിരിക്കും നമ്മൾ കമൻറ്റ് വീണ്ടും നമ്മൾ റിപ്ലൈ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ എത്തുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ലൈക്കുകൾ ഇഷ്ടം പോലെ തരുന്നുണ്ട്. ലൈക്കുകൾ നൽകി സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് നല്ല രീതിയിൽ ലൈക്കുകൾ നൽകി സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ ബൂസ്റ്റപ്പ് ആവുന്നതായിരിക്കും. അതിലൂടെ ധാരാളം പേരിലേക്കും നമ്മുടെ വീഡിയോസ് എത്തുന്നതായിരിക്കും. പിന്നെ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി കൊളീജസിനും എല്ലാവർക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും നല്ലൊരു രീതിയിൽ ഈ കീബോർഡ് രംഗത്തേക്ക് വരാനായിട്ട് അവർക്ക് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.